ഇന്ന് നമുക്ക് ഈ ആനച്ചൂടി എന്ന് വിളിക്കുന്ന ഔഷധ സസ്യം ഒന്ന് പരിചയപ്പെടാം. ആനച്ചൂടി എന്ന് പറയുമ്പോൾ ഇതിന്റെ പേരിങ്ങനെ വരാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ആനയുടെ പാദം തറയിൽ പതിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാടുണ്ടല്ലോ, ഒരു ആകൃതി ഉണ്ടല്ലോ, അതേ ഷേപ്പിലാണ് ഇതിന്റെ ഇലകള് വളരുന്നത്, ഈ ചെടി പടരുന്നത് ഭൂമിയിൽ. ഓക്കെ, അപ്പോ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആനച്ചൂടി എന്ന് മലയാളത്തിൽ ഇതിന് വിളിച്ചു വരുന്നത്. ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ മറ്റ് രസകരമായ ഒരു വസ്തുത, എലിഫന്റോപ്പസ് സ്കാബർ എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. നമ്മൾ ആയുർവേദത്തില് സംസ്കൃത പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഗോ ജിഹ്വ എന്നാണ് ഇതിന് സംസ്കൃത പദം. അതിന് കാരണം ഇതിന്റെ ഒരു ഇലയ്ക്ക് പശുവിന്റെ നാക്കിനോട് സമാനമായ ആകൃതിയാണുള്ളത്. അതാണ് ഗോ ജിഹ്വ. ഗോ എന്ന് പറഞ്ഞാൽ പശു, ജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്ക്. അതിന്റെ ആകൃതിയോട് സാമ്യമുണ്ട് ഇതിന്റെ ഒരു ഇല മാത്രമായിട്ട് പരിഗണിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഗോ ജിഹ്വ എന്ന് സംസ്കൃതത്തിൽ വിളിച്ചു വരുന്നത്. ഇത് തണലുള്ള പ്രദേശങ്ങളിൽ അതുപോലെ ഈർപ്പമുള്ള ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് വളരുന്നത്. കേരളത്തിലെ അവസ്ഥ പറയുകയാണെങ്കിൽ റബ്ബർ തോട്ടങ്ങളിലൊക്കെ ധാരാളമായിട്ട് പടർന്ന് വളരുന്നതായിട്ട് കാണാറുണ്ട്. കാരണം റബ്ബർ മരങ്ങൾ ഇങ്ങനെ ഇടതൂർന്ന് വളരുന്നതുകൊണ്ട് മുകളിൽ നിന്ന് സൂര്യപ്രകാശം താഴെ ഭൂമിയിലേക്ക് പതിക്കില്ല. അപ്പൊ അതുകൊണ്ട് താഴെ ഇങ്ങനെ ഒരു ഈർപ്പുണ്ടാവും എപ്പോഴും. ഓക്കെ, കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ആ തണലിൽ ഇങ്ങനെ ഭൂമിയോട് ചേർന്ന് പരന്ന് വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ആനച്ചോടി. എലിഫന്റോപ്പസ് സ്കാബർ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഗോ ജിഹ്വ എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുന്നത്. ഇത് പണ്ട് കാലങ്ങൾ മുതൽ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു ഒറ്റമൂലിയായിട്ട് പല പല രോഗാവസ്ഥകളും പല വൈദ്യന്മാരും ഉപയോഗിച്ചു വന്നിരുന്ന ഒരു സംഗതിയാണ്. ഇതിന്റെ ഫാമിലി നെയിമും കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. അതായത് കമ്പോസിറ്റെ ഫാമിലിയിൽ പെട്ട ഔഷധ സസ്യമാണത്. ഈ ഔഷധ സസ്യത്തിൽ അടങ്ങിയിട്ടുള്ള രാസഘടകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, അതുപോലെ തന്നെ അയൺ കണ്ടന്റും മഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. ഇനി നമുക്ക് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കാം. അതായത് ഇതിന്റെ രസഗുണ വീര്യ വിഭാഗങ്ങൾ പറയുകയാണെങ്കിൽ മധുര തിക്ത രസത്തോട് കൂടിയതാണ്. ഗുണം ലഘു സ്നിഗ്ധ ഗുണമുണ്ട്. അതുപോലെ തന്നെ ശീതവീര്യമാണ്, മധുര വിഭാഗമാണ്. ഇതാണ് ഇതിന്റെ രസഗുണ വീര്യ വിഭാഗങ്ങൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ ചില ഔഷധ പ്രയോഗങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ആക്ഷൻസ് ചിന്തിക്കുകയാണെങ്കിൽ അതായത് വിഷഹരത്തുള്ളതായിട്ട് പറയപ്പെടുന്നു. അതായത് ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങൾ വരികയോ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് ഉണ്ടാവുകയോ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയൊക്കെ കൊണ്ടാണല്ലോ നമുക്ക് പല രീതിയിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ വിഷാംശത്തെ നിർവീര്യമാക്കുന്നതിന് സഹായകരമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. അതുപോലെ നമ്മുടെ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻസിനെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. ശരീര താപനില നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. പിന്നെ മറ്റൊരു സംഗതിയാണ് ഈ ലൂസ് മോഷനും ഡിസെൻട്രി അല്ലെങ്കിൽ IBS പോലത്തെ രോഗാവസ്ഥ. എന്തെങ്കിലും വയറിന് പറ്റാത്തത് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് കൂടുതലും കഫപ്രകൃതിക്കാർക്കൊക്കെ ദഹനശക്തി കുറവായിരിക്കും, അഗ്നിമാന്ദ്യം ഉണ്ടായിരിക്കും. അപ്പൊ ആ അവസ്ഥയിൽ നമ്മൾ ചെറുങ്ങനെ അവർക്ക് പറ്റുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ ലൂസ് മോഷൻ ഉണ്ടാവും, ഇത്തരം പ്രശ്നങ്ങളും ഉണ്ടാവും. അത്തരക്കാർക്കും ഇതൊരു ഒറ്റമൂലി പോലെ മലത്തെ പിടിച്ചു നിർത്തുന്നതിന്, മലബന്ധം ഉണ്ടാക്കുന്നതിന് സഹായകരമായ രീതിയിൽ ഒറ്റമൂലിയായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ കോവിഡിന് ശേഷം ഒരുപാട് പേർക്ക് തുടർച്ചയായിട്ട് ചുമയും കഫക്കെട്ടും ഉണ്ടാവുന്നു, നെഞ്ചിലൊക്കെ കഫ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഹൃദ്രോഗവും കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുവഴിയുള്ള മരണസംഖ്യയുടെ നിരക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണുന്നു. ഔദ്യോഗികമായ കണക്കുകളൊന്നും നിലവിലില്ല. പക്ഷെ ഹൃദ്രോഗ സാധ്യതയും ഈ ചുമ കഫക്കെട്ട് ഇത്തരം പ്രശ്നങ്ങളും ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നു, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. ആ അവസ്ഥയിലും അതായത് ചുമയ്ക്കും ഹൃദ്രോഗത്തിനും പോലും ഇത് ഒറ്റമൂലിയായിട്ട് പ്രയോഗിച്ചു വന്നിരുന്നു പുരാതന കാലം മുതലേ. ഇനി നിങ്ങൾക്ക് ഈ ബേണിംഗ് മെക്ചൂർഷൻ, മൂത്രച്ചൊടിച്ചില്, യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ അതിസാരം, പ്രവാഹിക എന്ന് വിളിക്കില്ല, ഇങ്ങനെ ഡിസെൻട്രി പോലത്തെ അവസ്ഥ, ഇത്തരം അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് ഇത് ഒറ്റമൂലിയായിട്ട് പ്രയോഗിക്കാനായിട്ട് ഈ ഔഷധ സസ്യം ആനച്ചൂടി സമൂലം പറിച്ചെടുത്ത് കഴുകിയെടുക്കുക. അപ്പൊ അതിന്റെ വേരും ഇലയും പൂവും എല്ലാം ആയിക്കോട്ടെ, ഓക്കെ, അത് സമൂലം പറിച്ചെടുത്ത് കഴുകി അത് ചതച്ചിട്ടിട്ട് അതുപോലെ തന്നെ അതിന്റെ പകുതി അളവില്, ഇത് എത്ര ഭാരം എടുക്കുന്നോ അതിന്റെ പകുതി അളവില് മല്ലിയും കൂടെ ചേർത്ത് കഷായം വെക്കുക. ഓക്കെ, കഷായ വിധി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇത് രണ്ടും കൂടെ ഒരു 50 ഗ്രാം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക, അത് തിളപ്പിച്ച് 4:1 വറ്റിക്കുക, 250 മില്ലിയാക്കി വറ്റിക്കണം. എന്നിട്ട് അത് പിഴിഞ്ഞ ചണ്ടിയൊക്കെ മാറ്റിയതിനു ശേഷം വീണ്ടും കുറുക്കി വറ്റിച്ച് പകുതിയാക്കി എടുക്കുക. ആ പകുതി കാലത്തും പകുതി വൈകിട്ടുമായിട്ട് ഭക്ഷണത്തിന് 1 മണിക്കൂർ അങ്ങോട്ട് കഴിക്കുക. ഇങ്ങനെ പൊതുവെ നിർദ്ദേശിക്കാം നമുക്ക്. ഓക്കെ, അപ്പോ സമൂലം പറിച്ചെടുത്ത ആനച്ചൂടി അതിന്റെ പകുതി തൂക്കത്തിന് മല്ലി ചേർക്കണം. എന്നിട്ട് വെള്ളം ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുത്ത് അരിച്ചെടുക്കുന്ന ആ കഷായം പകുതി വീതം രാവിലെയും വൈകിട്ടും കഴിക്കുകയാണെങ്കിൽ ഈ അതിസാരം, പ്രവാഹിക, അതായത് കോളറ പോലത്തെ കണ്ടീഷൻ, നമുക്ക് കൂടെ പനി വരുന്നു, ലൂസ് മോഷൻ വരുന്നു, ഛർദി ഉണ്ടാകുന്നു, ഇത്തരം അവസ്ഥയില്ലേ, അവിടെയും പ്രയോഗിക്കാം. അതുപോലെ എന്താ വെച്ചാൽ ഈ കഫ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. ഓക്കെ, അവിടെയും ഇത് ഉപയോഗിക്കാം. ആ ലൂസ് മോഷൻ, അതിസാരം ഇതൊക്കെ ശമിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും കീടങ്ങളോ പ്രാണികളോ ഒക്കെ കടിച്ച് അവിടെ ഭയങ്കര കലശലായ കടച്ചിലുണ്ടാവുന്നു, നീറ്റിലുണ്ടാവുന്നു, ചുവന്നു വരുന്നു, ഇത്തരം അവസ്ഥയിൽ ഇത് സമൂലം പറിച്ചെടുക്കുക. അത് അരച്ച് അവിടെ ഒരു ലേപനം പോലെ കൂടെ തോരെ പരട്ടിയിട്ടാലേ, അതായത് ആ പുരട്ടി വരുമ്പോൾ അത് പിരിച്ചു കളയാൻ വീണ്ടും പരട്ടിയിടുക. അങ്ങനെ തുടർച്ചയായിട്ട് പരട്ടി കഴിഞ്ഞാൽ ആ കടിവായിലുണ്ടാകുന്ന ആ കടച്ചിലും നീറ്റിലൊക്കെ പോകുന്നു. അതിന്റെ ആ ചിങ്ങ് വീണു പോകുന്നതിന്, ഇപ്പൊ തേനീച്ചയോ അല്ലെങ്കിൽ കടന്നലോ പഴുതാരിയോ അങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ടുണ്ടാകുന്ന ആ കടച്ചിലുണ്ടെങ്കിൽ അത് ശമിക്കുന്നതിന്, ആ മുറിപ്പാട് കരിഞ്ഞു പോകുന്നതിന്, ആ വിഷാംശത്തെ ഇല്ലാതാക്കുന്നതിനൊക്കെ സഹായകരമാവുന്നുണ്ട് ഈ ആനച്ചൂടി സമൂലം പറിച്ചെടുത്ത് അരച്ച് ലേപനം ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടെ അല്പം പച്ചമഞ്ഞളും ആര്യവേപ്പിലും കൂടെ ചേർത്തരച്ച് പുരട്ടിയാലും ഈ വിഷാംശം ഇല്ലാതാകുന്നതിനും സഹായകരമാവുന്നുണ്ട്. ആ മുറിപ്പാടിലുണ്ടാകുന്ന കരിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ആ നിറവ്യത്യാസവും മാഞ്ഞു പോകുന്നതിന് സഹായകരമാവും. ഇനി നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു ഒറ്റമൂലി പ്രയോഗം നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ട് മുതലേ വൈദ്യന്മാർ ചെയ്തു വന്നിരുന്ന ഒരു സംഗതിയാണ്. അതായത് ഈ ബ്ലീഡിംഗ് പൈൽസില്, രക്താർസിസ്, ഈ അവസ്ഥയിൽ ഇത് ഉപയോഗിക്കാം. അതെങ്ങനെയാ തയ്യാറാക്കേണ്ടത് വെച്ചാല്, നമുക്ക് മട്ട അരിയില്ലേ, തവിട്
കളയാത്ത അരി ഉണ്ടല്ലോ, ബ്രൗൺ റൈസ്, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് തെങ്ങിൻ ചക്കരയും കൂടെ ചേർക്കണം. തെങ്ങിൻ ചക്കര വേണം, അതുപോലെ തന്നെ സമൂലം പറിച്ചെടുത്ത ആനച്ചൂടിയും വേണം. ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഇടിച്ച് അതിങ്ങനെ പൊടി പരുവാക്കണം, അവലേഹ പരുവാക്കുക എന്ന് പറയും. ഓക്കെ, അങ്ങനെ അത് ഇടിച്ച് സൂക്ഷിച്ചിട്ട് അതിന്ന് ഇങ്ങനെ ഓരോന്നുള്ള വീതം, ഇതാണ് അതിന്റെ അളവ്, അതിന്റെ മാത്ര. ഓക്കെ, അത് രാവിലെയും ഏകദേശം ഒരു 10 ഗ്രാം എന്നാ വെച്ചോ മാക്സിമം. അത് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ബ്ലീഡിംഗ് പൈൽസ്, രക്താർശസ് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകരമാവുന്നുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി, ആനച്ചൂടിയെ പറ്റി വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, കയറി കാണാൻ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ.